ക്രിസ്തുവാൽ സ്നേഹിക്കപ്പെട്ടവരെ, ലോകത്ത് ഇന്ന് ഒത്തിരിയേറെ ശബ്ദങ്ങളുണ്ട്. ടെലിവിഷനിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ നമുക്ക് ഒത്തിരിയേറെ ശബ്ദങ്ങൾ കേൾക്കുവാനായിട്ട് സാധിക്കും. നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ നമ്മുടെ പണം ചെലവഴിക്കണം, എങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്തണം, ഇങ്ങനെ ഒത്തിരിയേറെ ശബ്ദങ്ങൾ നമുക്കിന്ന് പുറം ലോകത്ത് നിന്ന് കേൾക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശുനാഥൻ എന്ന് പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. യേശുവിൻ്റെ മക്കളായിട്ടുള്ള നാം യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെയാണ് ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്? ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: മാസീവ് എമൗണ്ട് ഓഫ് ടൈം ടുഗെദർ. ഒത്തിരിയേറെ സമയം ഒപ്പം ചിലവഴിക്കുക എന്നതാണ് ഒരേ ഒരു പോംവഴി. ജെഫ് കാവിൻസ് എന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ പറയുകയാണ്, നിങ്ങൾ ഒരു ഓഡിറ്റോറിയത്തിൽ എൻ്റെ കണ്ണ് കെട്ടുക, അവിടെ 1000 സ്ത്രീകളുണ്ടെങ്കിലും എൻ്റെ ഭാര്യയുടെ ശബ്ദം എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. കാരണം എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദിവ്യദൃഷ്ടിയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കഴിവോ ഉണ്ടായിട്ടല്ല, മറിച്ച് ഇത്രയും വർഷക്കാലം 40 വർഷമായി ഞാൻ അവളോടൊപ്പം സമയം ചെലവഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: മാസീവ് എമൗണ്ട് ഓഫ് ടൈം ടുഗെദർ. ഒപ്പം എപ്പോഴും സമയം ചെലവഴിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബൈബിളിലൂടെ യേശുവിൻ്റെ മനസ്സ് ഇടയൻ്റെ മനസ്സ് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതിനാൽ ഒത്തിരിയേറെ സമയം ആ ബൈബിൾ പാരായണത്തിന് വേണ്ടി നാം മാറ്റിവയ്ക്കണം. അതോടൊപ്പം തന്നെ നല്ല കൂദാശ, യോഗ്യതയോടുകൂടിയുള്ള കൂദാശ സ്വീകരണം നമ്മെ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുവാനായിട്ട് നമ്മെ ശക്തരാക്കും. അതോടൊപ്പം തന്നെ നാം ആരാധന, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന ദേവാലയങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവിടെ ആരാധനയിൽ യേശുവിൻ്റെ ഒപ്പം സമയം ചിലവഴിക്കുമ്പോൾ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ഏറ്റവും നല്ല തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ സമ്പത്തിനെയും കുറിച്ചുള്ളൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനാൽ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടയൻ്റെ ഒപ്പം സമയം ചിലവഴിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.